ഗൈസ്, ഇന്നൊരു കമ്പനി ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ട്രിപ്പിൽ കൂടെ വരുന്ന ആരെയും എനിക്കറിയില്ല. 40-45 പേരുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. പോരാതിന് നല്ല മഴയും. ഈ കാണുന്നതാണ് ഷോപ്പിന് ഓണേഴ്സ്. ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് എത്തി. അങ്ങനെ ബസ്സിൽ കയറി. നമ്മൾ നേരെ പോകുന്നത് കോയമ്പത്തൂരേക്കാണ്. അവനവൻ്റെ സീറ്റ് കയറി എല്ലാവരും പിടിച്ചു. പിന്നെ ടൂറിസ്റ്റ് ബസ് കയറിയുള്ളൊരവസ്ഥ, പാട്ടും ബഹളവും അതങ്ങ് തുടങ്ങി. തുടക്കത്തിൽ എന്ന നിലയ്ക്ക് ആരും അങ്ങനെ ഇറങ്ങിയില്ല. പിന്നെ ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി. ഒരേ പൊടി ആടണം, പാടണം, കൊണ്ടാടണം. കൂടത്തിൽ ഞാനും. തുള്ളലിൻ്റെ ആവേശം കൂടിയപ്പോൾ പിന്നെ ഷർട്ടെല്ലാം ഊരി പടയപ്പിയായി ഓരോരുത്തർ. പക്ഷെ ഇതിലൊന്നും പെടാത്തവരും ഉണ്ട്. വണ്ടി കയറിയപ്പോൾ തൊട്ടേ ഇതേ പുള്ളി, ഇതേ അവസ്ഥയാണ് ഇറങ്ങുന്നവരെ. അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥലത്തെത്തി. ഞങ്ങൾക്ക് വേണ്ടി റൂം സെറ്റാക്കുന്നതാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നല്ല റൂമിനായിരുന്നു ഞങ്ങൾക്ക് കയറുന്നത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ റൂമിൻ്റെ അവസ്ഥ. അങ്ങനെ രാവിലെ ഫ്രഷപ്പായി കുളിച്ച് ഡ്രസ്സ് മാറി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് വന്നു. എല്ലാവരും ബസ്സിൽ കയറി. ഒടുക്കം ഞങ്ങളിതാ സ്ഥലത്തെത്തി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലൂക്കറിൻ്റെ ഒരു കമ്പനി വിസിറ്റിന് വേണ്ടി വന്നതായിരുന്നു. ലൂക്കറിൻ്റെ LED ബൾബ്, ഫാന്, BLDC ഫാൻ പുതുതായിട്ട് ഒരു വയർ മാനുഫാക്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ട് കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ ട്രിപ്പിന് കൊണ്ടുവന്നത്. എത്തിയ പാടെ ഞങ്ങളൊരു മീറ്റിംഗ് ഹാളിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞൊരു ഫോം ഫില്ല് ചെയ്യാൻ തന്നു. എന്തോ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചായ വന്നു, നല്ല മസാല ചായ. പിന്നെ പോയത് ഡിസ്പ്ലേ റൂമിലേക്കായിരുന്നു. അതായത് ലൂക്കറിൻ്റെ നിലവിലുള്ള എല്ലാ മോഡൽസും, ലൈറ്റ്, ഫാന്, വാട്ടർ ഹീറ്റർ, DB, വാൾ ഫാന്, ഹാങ്ങിങ് ലൈറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഡിസ്പ്ലേ റൂമിൽ കണ്ടു. കമ്പനീൻ്റെ മാനുഫാക്ചറിംഗ് എല്ലാം കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് നേരെ പിന്നെ ഒരു മീറ്റിംഗ് ഹാള്. അതായത് നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് അതേ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വൈകുന്നേരത്തെ ചായ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എല്ലാവർക്കും, അതായത് 100ഓളം പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വയനാട്ടിൽ നിന്ന് തന്നെ ഇതേ എനിക്കും കിട്ടി. കമ്പനിയുടെ അകത്തേക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് ആ വീഡിയോ ഒന്നും ഇതിലില്ലാതിരുന്നത്. അങ്ങനെ രാത്രി നേരെ ഞങ്ങൾ തിരിച്ചു നാട്ടിലേക്ക്. എല്ലാവരും ഈ ഫോൺ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മഴ കാരണം നമ്മുടെ നാട്ടിലേക്കുള്ള 3 ചുരവും ബ്ലോക്കായിരുന്നു. അത് നോക്കിയതാ. അങ്ങനെ പിറ്റേന്ന് രാവിലെ നാട്ടിലെത്തി.